ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ ചെറിയൊരു പാർട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. നൂഡിൽസും അതുപോലെ പിസ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നൂഡിൽസ്, പിസ്സ, അതുപോലെ തന്നെ പഴവും ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മില്ലറ്റ് നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്, സ്ലർപ്പ് ഫാമിൻ്റെ. ഏറ്റവും ഫേവറേറ്റ് നൂഡിൽസ് അല്ലേ? അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. ഷെയിൻ്റെ മക്കൾക്കായാലും നമ്മളെ മക്കൾക്കൊക്കെ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും അവർ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പറയും. പക്ഷേ നമ്മളങ്ങനെ എപ്പോഴും ഒന്നും വാങ്ങിച്ചിട്ട് കൊടുക്കലില്ല. കാരണം മൈദയാണല്ലോ, അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തതുമാണ് നൂഡിൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മില്ലറ്റ് നൂഡിൽസ് അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഫ്രൈഡും അല്ല, അതുപോലെ തന്നെ മൈദ യൂസ് ചെയ്തിട്ടുള്ള, മില്ലറ്റ് യൂസ് ചെയ്തിട്ടുള്ള നൂഡിൽസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ കറി മസാല ഫ്ലേവറാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ 3 ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. ലിറ്റിൽ മില്ലറ്റ്, അതുപോലെ തന്നെ ഫോക്സ്ടെയിൽ മില്ലറ്റ്. അപ്പോൾ ഈ ഒരു 3 ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കറി മസാലയാണ് ഇഷ്ടം, അതുകൊണ്ട് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കറ്റിൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം മില്ലറ്റ് നൂഡിൽസ് ആദ്യം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 മിനിറ്റൊക്കെയാണ് അതിൻ്റെ കുക്കിംഗ് ടൈം കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ക്യാബേജൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ചേർക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മളുടെ മില്ലറ്റ് നൂഡിൽസ് ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് സ്റ്റിക്കി ആവാതെക്കാൻ വേണ്ടിയിട്ടാണ്. നൂഡിൽസ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള 2 അമ്മമാരാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വിശ്വസ്തതയും ഉണ്ടാവുമല്ലേ. പിന്നെ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇതിലടങ്ങിയിട്ടുള്ളത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ലിറ്റിൽ മില്ലറ്റും അതുപോലെ തന്നെ ഫോക്സ്ടെയിലും ഒക്കെയാണ്. പിന്നെ ഇത് 0 ട്രാൻസ് ഫാറ്റ് ആണ്, അതുപോലെ തന്നെ 0 പ്രിസർവേറ്റീവ്സ് ആണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് തന്നെ ഇനി കൊടുക്കാം അല്ലേ. പിന്നെ ഇതിനിടയിൽ ഞാനിതാ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്, ഡബിൾ ബോയിൽ ചെയ്തിട്ട്. പിന്നെ ഇതാ നമ്മളുടെ നൂഡിൽസിൻ്റെ മസാലയിലേക്ക് കുറച്ച് ക്യാബേജും കൂടെ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പാക്കിലുള്ള ഒരു ഇൻസ്റ്റൻറ്റ് മസാലയാണ്. അതിന് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഡെസേർട്ടിലൊക്കെ നമുക്ക് പഴം ആവശ്യമുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഇതുപോലെയുള്ള മൈസൂർ പഴം എടുക്കുക, അല്ലെങ്കിൽ റോബസ്റ്റ പഴം ആയാലും മതി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിലുണ്ടായ പഴം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഡെസേർട്ടിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കേട്ടോ ആവശ്യം. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പഴം ഇതുപോലെ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ, ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾ ബിസ്ക്കറ്റ് തന്നെ കുറച്ചും കൂടെ കൂടുതൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മില്ലറ്റ് നൂഡിൽസിലേക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു നൂഡിൽസ് നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻസും കാര്യങ്ങളും ഒന്നുമില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഒരു നൂഡിൽസ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഷബ്ന 20 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫ് ലഭിക്കും കേട്ടോ. സ്ലർപ്പ് ഫാമിൻ്റെ വെബ്സൈറ്റിൽ മാത്രമാണ് ഈ ഒരു ഓഫർ ലഭിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബിഗ് ബാസ്ക്കറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് ക്രൈ ഇതിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. ഇതിനിടയിൽ നമുക്കിതാ പിസ്സയുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോ കുഴച്ചെടുക്കാനോ അങ്ങനെയൊന്നുമില്ല. ചിക്കൻ നേരത്തെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ മസാല പൗഡറുകളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ഡെസേർട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിൽ അല്ലെങ്കിൽ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഈ ഒരു നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തപ്പോൾ നമ്മളതിൽ പാലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷുഗർ ബോൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷനാണല്ലോ. ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം പണിയൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതിലൊക്കെ ചേർത്തിട്ടുള്ളത്. പഴവും ബിസ്ക്കറ്റും ഒക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നൂഡിൽസും അതുപോലെ തന്നെ ഡെസേർട്ടൊക്കെ റെഡിയായി. ഇനി നമുക്ക് പിസ്സ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പം പിസ്സ സോസ് ബ്രെഡിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ട് മൊസറല്ല ചീസും കൂടെ മുകളിലിട്ടിട്ട് കുറച്ച് ഒറിഗാനോയും സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഓവനിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിസ്സയ്ക്ക് എപ്പോഴും നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ കഴിച്ചു കഴിഞ്ഞാലുള്ളൂ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് ഓരോ സെറ്റായിട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ട്രിപ്പിൽ നമുക്ക് 4 ബ്രെഡ് പിസ്സയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പം എന്തായാലും മക്കൾക്ക് സന്തോഷമാവട്ടെ. പിസ്സയും അതുപോലെ തന്നെ നൂഡിൽസും എല്ലാം അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് നിങ്ങൾ ഈ ഒരു റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.